ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻ മുബാറക്. ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് കോളിഫ്ലവർ വെച്ചിട്ടാണ് ഒരു റെസിപ്പി ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിന് വേണ്ടി 1 കിലോൻ്റെ ഒരു കോളിഫ്ലവർ എടുത്ത് ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് മീഡിയം തീയിൽ 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ സമയം വെന്ത് കുഴഞ്ഞു പോകണ്ട. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി ചൂടാറിക്കഴിഞ്ഞപ്പോൾ കഴുകിയതിന് ശേഷം വെള്ളം വാലാൻ വേണ്ടി വെക്കണം. ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് അരിപ്പൊടി, പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പരുവത്തിൽ കലക്കിയെടുക്കണം. അരിപ്പൊടി ഇല്ല എങ്കിൽ പകരമായിട്ട് മൈദ ഉപയോഗിക്കാം. ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ കട്ടിക്കന്നെ കലക്കിയെടുക്കണം. ഇതിൽ കൂടുതൽ കോൺഫ്ലോർ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈദ എല്ലാം കലക്കുന്ന അത്ര ഈസിയിൽ കലക്കിയെടുക്കാൻ പറ്റില്ല. ഇച്ചിരി ബലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് പേസ്റ്റായിട്ട് കലക്കിയെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സാക്കി ഇതിലേക്ക് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം. ഞാനിവിടെ വലിയ പീസായിട്ടാണ് കോളിഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിയ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ബാറ്റർ എത്തണം. ഇത് നമുക്ക് വേറൊരു ബാറ്ററിലോട്ട് ഡിപ്പ് ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂടുതൽ നൈസ് പൗഡറാക്കി എടുക്കണ്ട. ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 3 കൈപ്പിടി കോൺഫ്ലേക്സ്, 1 നുള്ള് ഉപ്പ്. ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കോൺഫ്ലേക്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ബ്രെഡ് പൊടി മാത്രം മതി. അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. കോൺഫ്ലേക്സ് ഇട്ടാൽ കാണാനും നല്ലൊരു ഭംഗിയാണ്. കൂടുതൽ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഈ സമയം തന്നെ ഞാനിവിടെ ഓയിൽ ചൂടാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഓരോ കോളിഫ്ലവറും നന്നായിട്ട് മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കോട്ടിംഗ് ആവണം. നല്ലപോലെ കോട്ടായാൽ മാത്രമേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ഇതേപോലെ തന്നെ മുക്കിയെടുക്കാം. നമ്മൾ കോൺഫ്ലേക്സ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും. നമ്മളെല്ലാവരും കോളിഫ്ലവർ കൊണ്ട് ഫ്രൈ ആക്കാറുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഫ്രൈ ചെയ്യൽ. ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നല്ല അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കെല്ലാം കൂടി റെഡിയായതിന് ശേഷം തിളക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് വലിയ വലിയ പീസായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകം നന്നായിട്ട് കുക്കായി കിട്ടണം. അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കാരണവശാലും ഫ്രൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം കോളിഫ്ലവർ വേവിക്കുന്ന സമയമുണ്ടല്ലോ, വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ്, അതായത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് മീഡിയം തീയിൽ 2 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ആ സമയം തന്നെ അല്പം ഒന്ന് കുക്കാവും. ബാക്കിയുള്ളത് ഓയിൽ കിടന്ന് ഫ്രൈ ആവണം. ഇത് ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം മാത്രം ഓയിൽ നിന്നും വാങ്ങിയാൽ മതി. എല്ലാ ഭാഗവും നല്ലപോലെ കുക്കായി വന്നു. ഇതൊന്ന് അല്പം ഫ്രൈ ആവാൻ ബാക്കിയുണ്ട്. അതും കൂടി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓയിൽ നിന്നും വാങ്ങാം. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് കുറേ തോന്നുന്നല്ലാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ബാറ്റർ റെഡിയാക്കണം, കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കണം, മുക്കി പൊരിക്കണം, അത്രയേ ഉള്ളൂ.
നമ്മൾ വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ എളുപ്പമല്ല, ബുദ്ധിമുട്ടെന്നൊക്കെ തോന്നും. ആദ്യത്തെ ബാച്ച് ഓയിലിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. മീഡിയം തീയിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അകം നല്ലപോലെ കുക്കാവുകയുള്ളൂ, അതേപോലെ തന്നെ പുറം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്ത ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കുറേ കുഞ്ഞ് വന്നിട്ട് കളിക്കുന്നു. അപ്പോൾ അവരെ സൗണ്ടിൽ വോയിസ് എല്ലാം കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ടെല്ലാം അവരുതാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തു. ഇനി നമുക്ക് ഇതും ഓയിലിൽ നിന്നും വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതും നമുക്ക് ഓയിലിൽ നിന്നും വാങ്ങാം. അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുള്ള, കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ആക്കുമെല്ലാം നല്ലപോലെ സോഫ്റ്റാണ്, പുറം നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുറച്ച് തക്കാളിയുടെ സോസൊക്കെ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും എനിക്ക് ഷെയർ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം. ബൈ ബൈ.